നമസ്കാരം. ബിഗ് ബോസിൽ വൻ ടെസ്റ്റ് നടക്കുകയാണ്. ജിഷിനും നെവിനും ജയിലിലേക്ക് പോകുന്നു. ഷാനവാസും ജിസയിലും തമ്മിൽ തകർത്ത അടി. നമുക്ക് അപ്ഡേറ്റുകൾ നോക്കാം. ഇന്നലെ തന്നെ ചില പ്രൊമോ ഒക്കെ വന്നിരുന്ന ചെറിയ കാര്യങ്ങളൊക്കെ ഇന്ന് അലമ്പാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും അത് തന്നെ, പിന്നെ പ്രത്യേകിച്ച് പറയണ്ട. എന്നാലും കൂടുതൽ അലമ്പ് ഇന്ന് കാണിക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് അനീഷ് ഇന്ന് പലതും വലിച്ചെറിയുന്ന സീനൊക്കെ കാണിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്താകും നോക്കാം. അതിനു മുമ്പേ തന്നെ ഈ നിഷിനും പിന്നെ നെവിനും പോകാനുള്ള കാര്യം നമുക്ക് അതൊന്ന് നോക്കാം. കാര്യം എന്ന് പറഞ്ഞാല് നെവിനെ ഈ ഓറഞ്ച് ഫാക്ടറിയുടെ മോലാളിയായിരുന്നു. മോലാളി സ്ഥാനത്തു നിന്ന് അങ്ങ് മാറ്റി. കാര്യം ഇന്നലെ പരക്കെ പിന്നെ ഇവന്റെ ഒരു പിടിപ്പുകേട് ആണെന്നും പറഞ്ഞ് ഇന്നലെ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഇതിനെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏതായാലും ശരി, പുതിയ ആളിനെ തിരഞ്ഞെടുക്കാം. അങ്ങനെ ഓറഞ്ച് ഫാക്ടറിക്ക് പുതിയ മോലാളിയായിട്ട് ഷാനവാസ് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കമ്പനി ഇല്ലാത്തതുകൊണ്ടായിരിക്കും ബിഗ് ബോസ് ഒരു കമ്പനിയും കൂടെ തുടങ്ങുകയാണ്. മാംഗോ ഫാക്ടറി, മാംഗോ ജ്യൂസിൻ്റെ ആയിരിക്കും. അതിന് ആര്യനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ പുതിയ ചില മാറ്റങ്ങൾ ഇപ്പോൾ വന്നേക്കുകയാണ്. പിന്നെ ഈ ജിഷിനെയും നെവിനെയും ജയിലിൽ വിടാൻ പോവുകയാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ക്വാളിറ്റി ചെക്കിംഗ് ഉള്ള ഒരാളെ മാറ്റാമെന്ന് പറയുന്നുണ്ട്. പിന്നെ പേനയും പേപ്പറും ഒക്കെ കൊടുത്തിട്ട് അതൊരു ബാലറ്റ് വോട്ടിംഗ് സിസ്റ്റം ആയിരുന്നു കൊണ്ടുവന്നത്. അതെന്ന് വെച്ചാൽ ബൗളിലിടുക, പേനയും പേപ്പറും കൊടുത്തിട്ട്. അപ്പം അവിടെ നിന്നിട്ട് പറഞ്ഞത് ബാലറ്റ് സ്വഭാവം വരുമ്പോൾ രഹസ്യ സ്വഭാവം, പരസ്യമായിട്ട് ഓപ്പൺ ഇതല്ലല്ലോ, നോമിനേഷൻ മാതിരി അല്ലല്ലോ. അപ്പോൾ തന്നെ പലരും ഓനിയില് അക്ബർ ഇങ്ങനെയൊക്കെയുള്ളൊരു തയ്യാറായി വരികയാണ്. അപ്പോഴത്തേക്ക് പിന്നെ ഇതിനകത്ത് ഗ്രൂപ്പുകളികളാണല്ലോ എല്ലാത്തിലുള്ള. അക്ബറിനെ സപ്പോർട്ട് ചെയ്ത് ജിസയില് എല്ലാവരും അക്ബറിന് അല്ല, അക്ബറിനല്ലോ, തെറ്റിപ്പോയല്ലോ അവൻ്റെ പേര്. അക്ബറിന് വോട്ട് ചെയ്യാൻ പറഞ്ഞു. പേരുകളെല്ലാം കൂടെ രാവിലെ തെറ്റുന്നു. പിന്നെ അക്ബറിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇവിടെ കയറി പറയുന്നുണ്ട്. അന്നേരം ഷാനവാസ് ഭയങ്കരമായ പ്രശ്നം. ഷാനവാസ് അത് കഴിഞ്ഞും ഈ പിന്നെ ലിവിംഗ് റൂമിൽ നിന്ന് പോയി കഴിഞ്ഞു ഇവരൊന്ന് ഈ പ്രശ്നം പറഞ്ഞിട്ട് നിനക്കത് പറയാനുള്ള അവകാശം എന്താണ്? ശരിയാണ്, ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പറയരുത്. അതുപോലെ തന്നെ ആര്യൻ ജിഷിന്റെ പേര് വിളിച്ചു പറയുന്നുണ്ട്. കാര്യം ഈ പരസ്പരം കുത്തുള്ള ബിഗ് ബോസ് ഇതിനകത്തിൽ ഏതൊക്കെ രീതി ഇവരെ ഇട്ട് കൊടയാവും അതെല്ലാം ചെയ്യുന്നുണ്ട്. അതാണ് നടക്കുന്നത്. അല്ലെങ്കിൽ മലയാളിമാരെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഒരാളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത് വന്നു. അങ്ങനെ ജിഷിനെ ക്വാളിറ്റി കൺട്രോൾ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ ക്വാളിറ്റി കൺട്രോളായിട്ട് സാബുമാൻ, പറ്റിയ ആള്, ക്വാളിറ്റി അല്ല, ഇപ്പൊ നോക്കിക്കോണം. അങ്ങനെ പുതിയ അപ്ഡേറ്റിൽ അങ്ങനെ വന്നിരിക്കുകയാണ്. ബിഗ് ബോസിൽ ഇന്ന് അടിയുടെ ദിവസമാണെന്ന് നേരത്തെ തന്നെ പ്രൊമോയിലുണ്ട്. അടിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ പതുക്കെ കാണാം. നന്ദി, നമസ്കാരം.